ബിഗ് ബോസ് സ്റ്റാർട്ടാവണത് ഞാൻ ഒരു 6th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു, 2018. ആ ഒരു ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റഡീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, പിന്നെ അഡിക്ഷൻ വരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് വിട്ട് നിൽക്കുക, അങ്ങനത്തെ ഒരു നേച്ചറുള്ള ആളായിരുന്നു. പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഒരു നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ തല്ലൂടാൻ വേണ്ടി മാത്രമുള്ള ഒരു ഷോ ആണ് അങ്ങനത്തെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ കണ്ടു നോക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഷോയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ തല്ലൂടുന്ന ആളായിരിക്കും ജയിക്കുക എന്നാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു ഷോ ആണ്, നല്ല കാര്യങ്ങളായിട്ടൊന്നുമില്ല, അങ്ങനത്തെ ഓരോ തോട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഈ ഷോർട്സിലും പിന്നെ ബിഗ് ബോസ് തുടങ്ങിയാൽ തന്നെ എല്ലായിടത്തും ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. നമ്മളിപ്പോൾ ഈ ഷോ കാണുന്നില്ല എന്നുണ്ടെങ്കിലും ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ അങ്ങനത്തെ സോഴ്സസിൽ കൂടെ ഒക്കെ എപ്പോഴും ബിഗ് ബോസ് എന്നുള്ളൊരു സംഭവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിൽ വരുന്നത് ഫുള്ള് ഇവർ തല്ലൂടുന്ന ഭാഗങ്ങളും ഓരോ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ സ്കൂൾ കഴിഞ്ഞ് കോളേജ് തുടങ്ങാൻ പോകുന്നതിന് മുന്നുള്ള ഒരു ഗ്യാപ്പിലാണ്. അപ്പോൾ പിന്നെ ഈ ഷോനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ലൈക്ക് എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, ലൈക്ക് ഒരു ഷോ ഫുള്ളായിട്ട് കാണുന്നതും ഷോർട്സിൽ കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ളത് അറിയാലോ. അപ്പോൾ എനിക്ക് ഒരു തവണയെങ്കിലും ഒന്ന് കണ്ടു നോക്കണം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഈ സീസൺ 7 ഞാൻ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കോളേജിൽ ഞാൻ BSc സൈക്കോളജി എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ ഷോ ഒരു മൈൻഡ് ഗെയിമാണ്, സൈക്കോളജി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഷോ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി കണ്ടു നോക്കാൻ. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ സീസൺ കാണാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതിൻ്റെ വിന്നറിന് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പ്രെഡിക്റ്റ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജയിക്കുമായിരിക്കും എന്ന്. പിന്നെ ലാസ്റ്റ് ഇയാൾ ലൈക്ക് എൻ്റെ ഒരു പ്രഡിക്ഷൻ പ്രകാരം ഉള്ള ആൾ ജയിക്കുമോ എന്ന് അറിയാൻ ഭയങ്കരമായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രഡിക്ഷൻ അനീഷേട്ടൻ ജയിക്കും എന്നാണ്. ഇതിലിങ്ങനെ ഓരോ ആൾക്കാരെ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ ലൈക്ക് ഇപ്പോൾ ഓരോ വീക്കിൻ്റെ എവിക്ഷൻ വരുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എവിക്റ്റായി പോയിട്ടുള്ളത്, എക്സെപ്റ്റ് ജിസേൽ ആൻഡ് ആര്യൻ. ലൈക്ക് അവരുടെ ലൈക്ക് ഒരു എവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ആര്യനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാസ്കിലും മൈൻഡ് ഗെയിമിലും ഒക്കെ ഒരു ലൈക്ക് വേണ്ടത്ര സ്കില്ലുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ജിസേൽ കുറച്ച് ഹ്യൂമാനിറ്റി ലൈക്ക് ഒരു മനുഷ്യത്വം കുറച്ച് കൂടുതലുള്ളൊരു ആളാണ്. പക്ഷേ കുറച്ചും കൂടി ഒന്ന് സ്ട്രിക്റ്റായിട്ട് കളിക്കായിരുന്നു എന്ന് തോന്നി. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ജിസേൽ എവിക്റ്റായി പോകുന്നത്. എന്നാലും ലൈക്ക് ആൾ എവിക്റ്റ് ആയപ്പോൾ ലൈക്ക് ആളെക്കാളും ഒരുപാട് പുറകിലുണ്ടായിരുന്ന ആൾക്കാർ അവിടെ ഉള്ളപ്പോഴും ആൾ എവിക്റ്റായി പോയത് ലൈക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ലൈക്ക് എന്തോ ഞാൻ ഈ രണ്ടാൾക്കാർ ഇങ്ങനെ വലിയ രീതിയിൽ ഫാനൊന്നുമല്ല, എന്നാലും ജിസേൽ എവിക്റ്റായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതൊരു സോഷ്യൽ എക്സ്പെരിമെൻറ്റ് പ്ലസ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു ജോണറയിൽ വരുന്ന ഷോ ആണ്. അതിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് ലൈക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി ഒരു വീട്ടിൽ നിർത്തി ലൈക്ക് അവിടെ ഫോണും ഇൻ്റർനെറ്റും കാര്യങ്ങളും ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ബുക്ക് പോലും അലൗഡ് അല്ല. ലൈക്ക് ഒരു രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ ലൈക്ക് അവർ കൊണ്ടുവരാൻ പാടില്ല. പിന്നെ ലൈക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക കൺഫൈൻഡ് സ്പേസാണ്. ആ വീട് ആക്ച്വലി 24/7 ക്യാമറ നിരീക്ഷണത്തിലാണ്. പിന്നെ അവർ മൈക്ക് ധരിക്കണം. പിന്നെ വാഷ്റൂമിൽ പോലും എനിക്ക് തോന്നുന്നു അവർ മൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൽ മൈക്ക് ഊരി വെച്ച് പലതും പറയുന്ന ചില കണ്ടസ്റ്റൻസൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് അതൊക്കെ ലൈക്ക് ഒരിക്കലും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ലൈക്ക് ഒരു ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ലൈക്ക് പബ്ലിക്കായിട്ട് പറയാൻ തോന്നുന്നത് മൈക്ക് ഇട്ടിട്ടും അല്ലാതെ ഇപ്പോൾ ഷോ റിലേറ്റഡ് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മൈക്ക് ഊരി വെച്ച് സംസാരിക്കുന്നത് ലൈക്ക് ഒരിക്കലും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല.
ഇതിൽ എല്ലാ ആഴ്ചയും എവിക്ഷൻ ഉണ്ട്. പിന്നെ പബ്ലിക് വോട്ടിന് വിട്ടുകൊടുത്ത് ആൾക്കാർ വോട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് അവരവിടെ നിലനിർത്തുന്നത്. എന്താണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ സ്ട്രെസ്ഫുൾ എൻവയോൺമെൻറ്റിൽ ഇവർക്ക് വരുന്ന ഓരോ റിയാക്ഷൻസും കാര്യങ്ങളും, പിന്നെ കോൺഫ്ലിക്ട്സ് വരുമ്പോഴൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ്. ഇതിൽ കൊടുക്കുന്ന ടാസ്കും ചാലഞ്ചസും ഒക്കെ ഒരു അവരുടെ ഇടയിൽ ഒരു ടീം വർക്ക് വരാനും പിന്നെ ഒരു ഇമോഷണൽ പ്രഷർ ക്രിയേറ്റ് ചെയ്ത് അവരെങ്ങനെ അത് മാനേജ് ചെയ്യുമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള ടാസ്ക് വരും, മെൻ്റലായിട്ടുള്ളത് വരും. ഇതൊക്കെ അവരുടെ ഒരു ട്രൂ സെൽഫ് ഒരു പരിധി വരെ റിവീൽ ചെയ്യും. ഇത് ഒരു 24/7 റെക്കോർഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണെങ്കിലും ഇപ്പോൾ ജനങ്ങൾക്ക് എന്താണ് കാണിച്ചു കൊടുക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ്. ഇപ്പോൾ എപ്പിസോഡിൽ ഒരു 45 മിനിറ്റ്സിൽ എന്താണോ കാണിക്കാൻ പറ്റുക അത്ര അവർ കാണിക്കുന്നുണ്ട്. പിന്നെ ലൈവ് ആണെന്നുണ്ടെങ്കിലും അതൊരു ഡിഫേർഡ് വേർഷൻ എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഇങ്ങനെ ലൈവായിട്ട് കാണിക്കുകയല്ല, കുറേ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് തന്നെയാണ് ലൈവിലും കാണിക്കുന്നത്. പക്ഷേ ആ ഒരു ഷോ വിലയിരുത്തുമ്പോൾ അവർ എന്താണോ കാണിക്കുന്നത് അത് വെച്ച് വിലയിരുത്തുക എന്നുള്ളതേ ഓപ്ഷനുള്ളൂ. ഇതിനകത്തൊരു ഡിസേർവിങ് ആയിട്ടുള്ള വിന്നറുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ അവർക്ക് നേരെ വരുന്ന ചാലഞ്ചസൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റണം. പിന്നെ ഒരു ഓണസ്റ്റി കീപ്പ് ചെയ്യുക, പിന്നെ മാക്സിമം എൻ്റർടൈനിങ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അതല്ലാതെ ഒരു നല്ലപോലെ ജെന്യുവനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ് ആരും ഇപ്പോൾ 24 hours ഇരുന്ന് കരയുന്നതോ അല്ലെങ്കിൽ തല്ലുവിടുന്നതോ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഐസൊലേഷൻ സൈക്കോളജി എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് വർക്കാവുന്നത്. മനസ്സിലാക്കാമല്ലോ അവിടുത്തെ ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് മൈൻഡ് ഹൈപ്പർ സെൻസിറ്റീവ് ആവും. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മൈൻഡ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലായി പോകും. പിന്നെ അതിനകത്തുള്ള ആൾക്കാരുടെ ഇമോഷൻസൊക്കെ ഭയങ്കരമായിട്ട് ഇൻറ്റൻസ് ആയിരിക്കും. ഈ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാരണം ഇപ്പോൾ ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും മിണ്ടാതായി പോവുക, എക്സ്ട്രോവേർട്സ് കൂടുതൽ ഡോമിനേറ്റിംഗ് നേച്ചർ കാണിക്കുക, പിന്നെ ക്യാമറ ഉണ്ടോയെന്ന് നോക്കി നോക്കി കരയുന്നത് എന്താണെന്നുള്ളതൊക്കെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അത് വേറെ കാര്യം. സൈക്കോളജിക്കലി അവരെ ട്രിഗർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഓപ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ടാസ്കുകൾ, അവർക്ക് റിസോഴ്സസൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അത് കാരണം ഒരു സ്ട്രെസ്സ് വരാൻ ചാൻസുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും. കാരണം അവർക്ക് ഫുഡൊന്നും ചിലപ്പോൾ ഇഷ്ടമുള്ള ഫുഡൊന്നും കിട്ടിയെന്ന് വരില്ല. ലിമിറ്റഡ് ടൈപ്പ് ഓഫ് ഫുഡാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. എനിക്കൊന്ന് പാല്, മുട്ട അങ്ങനത്തെ ഫുഡ് പോലെ അവിടെ ലക്ഷറി ഫുഡ് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഈ സീസണിൽ ഇപ്പോൾ പണിപ്പുര കോൺസെപ്റ്റ് ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് എന്താണോ ആ ഒരു ടാസ്കിലൂടെ കിട്ടുന്നത് ആ ഫുഡ് മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഡ്രസ്സും അവർ തരുന്നതേ ഇടാൻ പാടുള്ളൂ. പിന്നെ മേക്കപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു റൂളും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജിസയിൽ മേക്കപ്പിനും ഡ്രസ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാൾക്ക് ഇപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിർത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രെസ് ഉണ്ടാവും. അതൊക്കെ ഒരു ടെസ്റ്റിംഗ് ആയിട്ട് അവർ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അതിനൊക്കെ അവരെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവർ ശ്രദ്ധിക്കും. ക്യാപ്റ്റൻ, കിച്ചൺ ക്യാപ്റ്റൻ അങ്ങനത്തെ ഓരോ പൊസിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും സൈക്കോളജിക്കലി ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു പൊസിഷനായിരിക്കും. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞല്ലോ. ഈ സീസണിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങളും പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്നൊക്കെ ഞാൻ പറയാം. ഒരു വിന്നറിന് വേണ്ടതായിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഡ്രാമ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അതാണ് മെയിൻ കാര്യം. ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ബിഗ് ബോസ് റെഗുലറായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ മുഖം മനസ്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ തന്നെ അറിയാം ആ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ മൈൻഡ് ഗെയിമിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ആരെയും മെൻ്റലി അറ്റാക്ക് ചെയ്യാതെ കളിക്കണം. ഫിസിക്കൽ അറ്റാക്സും പാടില്ല. ഒരു ലിമിറ്റ് വിട്ടിട്ടുള്ള മെൻ്റൽ അറ്റാക്സ് നടത്തുന്ന ആൾക്കാരുടെ എഗെയിൻസ്റ്റായിട്ട് സ്ട്രിക്റ്റായിട്ട് ആക്ഷൻ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് ഫേമസ് ആയി പിന്നെ ഷോൻ്റെ TRP കൂട്ടി
അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ ലൈക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാർ അതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്നത് ലൈക്ക് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവിനേക്കാളും ഒരുപാട് ആൾക്കാരിലോട്ട് ഈ കാലത്ത് എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി. ഈ ഷോൻ്റെ തന്നെ ഒരു നിലവാര തകർച്ചയ്ക്ക് കാരണം എനിക്ക് തോന്നുന്നത് അതാണ്. വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ലൈക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇതിൽ മെൻ്റൽ ഗെയിമും ഫിസിക്കൽ ഗെയിമും ഈക്വലായിട്ട് ലൈക്ക് എനിക്കത് പറയുമ്പോൾ തന്നെ ആരെന്നെ ഓർമ്മ വരുന്നത് ലൈക്ക് ഇപ്പോൾ അങ്ങനത്തെ 2 സ്കില്ലുകളും പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ വോട്ട് ചെയ്ത് നിർത്താൻ ശ്രമിക്കുക. പിന്നെ അവരുടെ ക്യാരക്ടർ ക്വാളിറ്റി എന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ പേഴ്സണലി എങ്ങനെയാണെന്ന് അങ്ങനെയൊന്നുമല്ല, ലൈക്ക് ആ ഒരു ഷോയിൽ വന്നിട്ട് ഉള്ള അവരുടെ ഒരു ബിഹേവിയർ ലൈക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ലൈക്ക് പുറത്ത് ലൈക്ക് പല ഷോസും ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വോട്ട് കൊടുക്കാതിരിക്കുക. ആ ഷോയിനകത്ത് ലൈക്ക് ഒരു ജെന്യുവൻ ഗെയിമറാണോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം വോട്ട് കൊടുക്കുക. സൊസൈറ്റിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റിഫ്ലക്ഷൻ ആയിട്ടുള്ള ഒരാൾക്ക് തന്നെ എപ്പോഴും വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ശ്രമിക്കുക. ഇതിലൊരു വിന്നറിന് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ ഡ്രാമ കളിക്കാതിരിക്കുക, അതാണ് ആദ്യത്തെ ഒരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ടാസ്കിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലോ ഒക്കെ കണ്ടസ്റ്റൻസ് നോക്കുന്നതും അറിയാതെ തൊടുന്നതും ഒക്കെ വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് ഭയങ്കര ഒരു മോശം രീതിയിൽ സംസാരിക്കാതിരിക്കണം. അവർക്കും അവരുടെ വീട്ടുകാർക്കൊക്കെ ഇതിപ്പോൾ അറിയാതെ സംഭവിച്ച ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത്രമാത്രം വിഷമം ഉണ്ടാക്കും. അത് അവരുടെ ക്രെഡിബിലിറ്റീനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കിച്ചൺ ടീം ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു റെസ്പെക്റ്റും ഡീസൻസിയും ഒക്കെ കീപ്പ് ചെയ്യുക. അതിൻ്റെ ഇടയിലും ഒരു തല്ലൂട്ടം കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് അഹങ്കാരം കാണിച്ച് നിൽക്കുന്നത് ലൈക്ക് ഭയങ്കര മോശമായിട്ടുള്ളൊരു ബിഹേവിയറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ഗെയിമിൽ പോയി കഴിയുമ്പോൾ സ്വന്തം കഴിവ് അല്ലെങ്കിൽ ഡെഡിക്കേഷനൊക്കെ വെച്ച് ജയിക്കാൻ നോക്കുക. അതല്ലാതെ ഇപ്പോൾ PR ടീമിനെ വെച്ച് വേറെ കണ്ടസ്റ്റൻസിനെ ഡിഫെയിം ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ലൈക്ക് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഒരാൾ PR കുത്തി പറയുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഞാൻ ഇതിൽ PR കൊടുക്കുന്ന ഏതൊരാളെയും പറ്റിയിട്ടാണ് പറയുന്നത്. ലൈക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സ്വന്തം ഗെയിമിന് വേണ്ടി വേറൊരാളുടെ ഗെയിം നശിപ്പിക്കുകയല്ല. ലൈക്ക് അവർ ലൈക്ക് നിങ്ങൾക്കിപ്പോൾ ഒരാളെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവരെക്കാളും കൂടുതൽ ബെറ്ററായിട്ട് ചെയ്യുക. അതല്ലാതെ അവരെ ഇടിച്ച് താഴ്ത്തി മുകളിലോട്ട് കയറാൻ നോക്കുന്നത് ഭയങ്കര മോശം ഏർപ്പാടാണ്. പിന്നെ എത്ര ദേഷ്യം തോന്നിയിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുക, വീട്ടുകാരെ പറയുക, ശപിക്കുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണ്. ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ഇടയിൽ കൊണ്ടുവരിക. എനിക്കൊരു കുടുംബമുള്ളതാണ്. ഇപ്പോൾ എനിക്കും പിന്നെ ബിഗ് ബോസ് കാണുന്ന ചില ആൾക്കാരെൻ്റെ വീട്ടിലുണ്ട്. അവർക്കും കോമൺലി ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അനുമോളാണ്. ഞാൻ പേഴ്സണലി പറയല്ല, ആ ഒരു ഷോ കണ്ട് അതിനകത്തുള്ളൊരു ബിഹേവിയർ അനലൈസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ക്വാളിറ്റിയും അനുമോളിൽ ഞാൻ കാണുന്നില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ PR എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അവരവിടെ ചെന്ന് എത്ര ടോക്സിക് ആയിട്ടുള്ള കാര്യം ചെയ്താലും അതിനെ ഒരു വൈറ്റ് വാഷ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരാതിരിക്കുക. PR കൊടുക്കുന്നത് ഒരു തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ആ കൊടുത്ത പൈസക്കെങ്കിലും ഉള്ള ഒരു ക്വാളിറ്റി ഈ കണ്ടസ്റ്റൻ്റ് കാണിക്കണം എന്നുള്ളതാണ്. അനുമോളുടെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു മിനിമം ക്വാളിറ്റി പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടുമില്ല. വിന്നറാവാനുള്ള ഒരു റീസൺ പോലും ഞാൻ കണ്ടിട്ടുമില്ല. എനിക്ക് തോന്നുന്നു ജെന്യുവനായിട്ട് ഈ ഷോ മൊത്തം ഇരുന്ന് കണ്ട് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു അഭിപ്രായം തന്നെയായിരിക്കും ഉണ്ടാവുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനുമോളിനേക്കാളും ഡിസേർവിംഗ് ആയിട്ടുള്ള പല കണ്ടസ്റ്റൻസും അവിടെ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഞാൻ ചില കമൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീ എൻട്രി വന്ന ആൾക്കാർ കാരണം അനുമോൾക്ക് ഒരു സിമ്പതി ക്രിയേറ്റ് ആയി, അങ്ങനെ വോട്ട് കൂടി എന്നൊക്കെ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഒരു സിമ്പതിയുടെ പുറത്താണോ ഒരാൾക്ക് വോട്ട് കിട്ടേണ്ടത്? അതല്ല ആളൊരു ജെന്യുവൻ പ്ലെയർ ആണ് എന്നുള്ളതിൻ്റെ പേരിലാണോ എന്ന് ഞാൻ ആലോചിച്ച് പോയി. ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിന്നർ, അറ്റ്ലീസ്റ്റ് ടോപ്പ് 2-ൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിന്നർ ഉണ്ടായിട്ടും അത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന വേറൊരു പ്ലെയർ ഉണ്ടായിട്ട് സിമ്പതിയുടെ പേരിൽ വേറൊരാൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിഗ് ബോസിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എല്ലാ എപ്പിസോഡും നന്നായിട്ടൊന്ന് ഇരുന്ന് കാണുക, എന്നിട്ട് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുക എല്ലാവരെയും. എന്നിട്ട് മാത്രം നിങ്ങൾക്ക് സ്വയം ഡിസേർവിങ് ആണെന്ന് തോന്നുന്ന ഒരാൾക്ക് മാത്രം വോട്ട് കൊടുക്കുക. വേറൊരാളുടെ അഭിപ്രായം അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വരുന്ന ഓരോ സംഭവങ്ങൾ, റീൽസ്, ഇതൊക്കെ PR ടീമും ഇറക്കി വിടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ കമൻസിലും റീൽസിലും. അപ്പോൾ അതിലേക്കൊന്നും പോവാതെ സ്വന്തം അഭിപ്രായം നോക്കിയിട്ട് മാത്രം വോട്ട് ചെയ്യുക. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് മാക്സിമം വോട്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ എനിക്ക് കൂടുതലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും ഓരോ ആഴ്ചത്തെ പെർഫോമൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വോട്ടും കൊടുക്കാറുള്ളത്. അതിപ്പോൾ വേറെ ആൾക്കാർക്കും അവർ ഡിസേർവിംഗ് ആയിട്ടുള്ള വീക്കിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ അനീഷേട്ടൻ ജയിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് വ്യക്തിഹത്യ ചെയ്യാത്തതായിട്ടും മാറി നിന്ന് കുറ്റം പറയാത്തതായിട്ടും കണ്ടസ്റ്റൻസിനെ മോശം വാക്കുകൾ വിളിക്കുകയും അവർ വീട്ടുകാരെയും പറയുകയും ചെയ്യാത്തതായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ ഒരാൾ അനീഷേട്ടൻ മാത്രമാണ്. അത് ഫിനാലെ എപ്പിസോഡിൽ അക്ബർക്ക് പറഞ്ഞ കാര്യം കണ്ടാൽ തന്നെ മനസ്സിലാവും. ആൾ പറഞ്ഞത് അനീഷേട്ടനെ പറ്റിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അതേ കാര്യങ്ങളാണ്. അനീഷേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിലും പിന്നെ നോമിനേഷൻസിൻ്റെ ടൈമിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ആളുടെ ഫിസിക്കൽ ടാസ്കിലത്തെ പെർഫോമൻസ് ഒന്നും അത്ര നല്ലതായിരുന്നില്ല. പക്ഷെ മെൻ്റൽ ഗെയിമിൽ ഒരു ലിമിറ്റ് വിട്ടിട്ട് ആൾ ഒരിക്കലും ബിഹേവ് ചെയ്തിട്ടില്ല. ലാലേട്ടൻ ഈ ഒരാളെ സ്ത്രീ വിരുദ്ധൻ എന്നുള്ളൊരു ടൈറ്റിലാണ് കയറ്റി വിട്ടത്. പക്ഷെ ഒരു രീതിയിലും സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ബിഹേവിയർ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇൻഫാക്റ്റ് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല റെസ്പെക്റ്റും കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് ജെന്യുവൻ ആയിട്ടുള്ള പ്രേക്ഷകരുടെ മനസ്സിൽ അനീഷേട്ടൻ തന്നെയാണ് വിന്നർ. അത് ഏതൊരു ട്രോഫിയും പൈസയും കിട്ടുന്നതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ്. അടുത്ത സീസണിലെങ്കിലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിന്നർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സീസൺ മുതലെങ്കിലും ഈ ഡയറക്റ്റ് എവിക്ഷൻ എന്നുള്ളൊരു കാര്യം കൊണ്ടുവന്നാൽ നന്നായിരിക്കും തോന്നി. കാരണം ഈ ഷോവിൻ്റെ ഒരു ഹെൽത്തി ലിമിറ്റ് എക്സീഡ് ചെയ്യുന്ന ഒരാൾക്കാരും അവിടെ ഉണ്ടാകാൻ പാടില്ല. അതുമാത്രമല്ല ടോക്സിസിറ്റി, നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കുറേ നന്നായിരിക്കും. കാരണം അങ്ങനത്തെ ഒരു സിസ്റ്റം ഉള്ളിടത്തോളം നെഗറ്റിവിറ്റി തന്നെയാണ് കൂടിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാനോ ഒന്നുമല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി. എനിക്ക് ഈ ഷോ കണ്ട് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സീസണാണ്. അതിൽ എനിക്ക് ജെന്യുവനായിട്ട് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.